പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വിഷുവിന് നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയാസിലൊക്കെ റീൽസായിട്ടും ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ്. ഒരു വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള ഒരു പോസ്റ്റ് ഇല്ലുസ്ട്രേറ്ററിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ ഒരു ഷേപ്പ്, അപ്പോൾ അതിൻ്റെ സൈസ് നമുക്കിവിടെ കാണാൻ പറ്റും. ട്രാൻസ്ഫോം എന്നുള്ളതിലാണ് സൈസ് കാണാൻ പറ്റുക. അപ്പോൾ അത് ഇവിടെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ അല്ല, അപ്പോൾ നമുക്കത് അൺലിങ്ക് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 1080 പിക്സൽ വിഡ്ത്തും 1920 പിക്സൽ ഹൈറ്റിലുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. അതിൻ്റെ ആ ഒരു സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് പ്രപ്പോർഷൻ കറക്റ്റായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്തിടാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ വൈറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നൊരു സൈസാണ് ഈ വൈറ്റ്. അതായത് 1920 വിഡ്ത്തും ഹൈറ്റ് 1080. നമ്മൾ ചെയ്യുന്ന പോസ്റ്ററിൻ്റെ സൈസ് 1920 ഹൈറ്റും 1080 വിഡ്ത്തിലുള്ള ആ ഒരു പ്രൊപ്പോർഷനിൽ അത് റെഡ്യൂസ് ചെയ്തിട്ടെന്ന് മാത്രം. അത് നമുക്കിനി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വലുതാക്കുക ചെറുതാക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് കളറായിരിക്കണം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നൊരു ഗ്രീൻ കളറ് വേണ്ട, നമുക്കൊരു മെറൂൺ കളറ്, നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ വേണ്ട. മെറൂൺ കളറ് കുറച്ചും കൂടി മെറൂൺ. ഓക്കെ, ഒരു പൊട്ട് മജന്റ. ഓക്കെ, ഇനി നമുക്കത് ഗ്രേഡിയൻറ്റിലേക്ക് പോകാം. ഈ നടുവ് സെൻട്രൽ ഇത്തിരി ബ്രൈറ്റും കോർണറിലേക്ക് ചെല്ലുന്തോറും കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഗ്രേഡിയൻറ്റ്. ജി അടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റ് വരും. ഒരു സൈഡ് നമുക്ക് ഈ സെയിം കളർ പിക്ക് ചെയ്തു. അടുത്ത കളറ് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ കോർണറിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെൻറ്ററിൽ ലൈറ്റ് കളർ വരുന്നത് എന്ന രീതിയിൽ നമ്മൾ നമുക്ക് ഏത് കളർ ഇതാണ് റെക്റ്റാങ്കിളാണ് നമുക്ക് ഗ്രേഡിയൻ്റ് ആക്കേണ്ടത്. അത് സെലക്ട് ചെയ്തിട്ട് ഐ ഡ്രോപ്പറിൽ ഇത് നമ്മൾ ഗ്രേഡിയൻ്റ് ഓൾറെഡി ആക്കിയ ആ സംഭവം ആ ഒരു പീസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ ഓട്ടോമാറ്റിക്കലി ഇവിടെ ചേഞ്ച് ആവും. ഓക്കെ, ഇനി നമുക്ക് ഇതിലെന്താണ് ഒരു പോസ്റ്റർ ആകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ആയിട്ടുള്ളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള, ഇപ്പോൾ വിഷുവൊക്കെ ആകുമ്പോൾ ഹിന്ദു ട്രഡീഷണൽ ആയിട്ടൊരു ഫ്രെയിം പോലത്തെ ഒരു സംഭവം അത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്രൈസിൽ പോയിട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് ആ ഫ്രെയിം. പിന്നെ ഒപ്പം തന്നെ PNG ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട്, ഒരു വിഷുക്കണി സെറ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഓരോന്നായിട്ട് പ്ലേസ് ചെയ്യാം.
ഓക്കെ, നമ്മൾ ആദ്യം പ്ലേസ് ചെയ്ത് ഇങ്ങനൊരു ഫ്രെയിമാണ്, അത് ലൈറ്റായിട്ടുള്ളൊരു ഇതിൻ്റെ മേലെ കൊണ്ടുവച്ചാണ്. അപ്പോൾ താഴെയാണ്, അപ്പോൾ ആ ലെയർ താഴെയാണ്, സോറി മേലെ തന്നെയുണ്ട്. ഓക്കെ, നമ്മളതിനനുസരിച്ച് അത് സൈസ് കറക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഒരു ഹിന്ദു ട്രഡീഷണലിൻ്റെ ഒരു ലയൻസ് ആയിട്ട്. ഓക്കെ, ഇനി ഈ ഫ്ലവർ ഇപ്പോൾ ഷിഫ്റ്റ് പിടിച്ചിട്ട് അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരില്ല. ഓക്കെ, അങ്ങനെ അത് നമുക്ക് ഒരു കോർണറിൽ കൊണ്ടിരിക്കണം. പിന്നെ വിഷുക്കണിയുടെ ഓക്കെ, അത് നമുക്കതിൻ്റെ ഏകദേശം ഒരു സെൻട്രലായിട്ട്. ഓക്കെ, ഫ്ലവർ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കും. ഇത് ഒന്നുകൂടി മേലേക്ക് കൊണ്ടുവന്ന് കുറച്ചും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു സർക്കിൾ പോലത്തെ ഒരു ഷേപ്പ് കളർ ഫില്ല് ചെയ്തിട്ട് അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, PNG ആണ്. PNG അല്ലെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം വേറെ. ഓക്കെ, ഇത് നമുക്കിതിന് നേരെ ബാക്കിലേക്ക് കൊണ്ടുവരണം. ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, നമുക്കിവിടെ ചെയ്യാം. ഒരു വൈറ്റ് റൗണ്ട് ഷേപ്പ് കളർ വൈറ്റ് ഫില്ല് ചെയ്യുക, പിന്നെ വേറെ ഒരെണ്ണം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തൊന്ന് റെഡ്യൂസ് ചെയ്ത് യെല്ലോ ഗ്രീൻ ഗ്രേഡിയൻറ്റ് കളർ കൊടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതൊരു ഡ്രോപ്പ് ഷാഡോ കൊടുത്തിട്ടുണ്ട്. ഡ്രോപ്പ് ഷാഡോ ഇതിന് ഉണ്ടോ, ഇത് ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്ത് വെച്ചാണ്. ഇല്ലസ്ട്രേറ്ററിലും ചെയ്യാം അങ്ങനെ. ഓക്കെ, ഇത് നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുവരാം. ബാക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒബ്ജക്റ്റിൽ സെലക്റ്റിൽ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ആൾട്ട് കൺട്രോൾ ബ്രാക്കറ്റ്, അപ്പോൾ അത് താഴേക്ക് പോകും. ഇത് ഷോർട്ട് കീ ആണ്. ഇപ്പോൾ ഏറ്റവും ബാക്കിലേക്ക് പോയി. ഇനിയിപ്പോൾ അത് കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൺട്രോൾ ബ്രാക്കറ്റ് റൈറ്റ് സൈഡ് ബ്രാക്കറ്റ്. ഓക്കെ, നമുക്കത് സെൻറ്ററിൽ സെറ്റ് ചെയ്യാം, സെൻറ്ററൈസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതൊന്ന് ചെറുതായിട്ട് കുറച്ച് റിഡ്യൂസ് ചെയ്യുക സൈസ്. എന്നിട്ട് ആ റൗണ്ട് നമുക്കിപ്പോൾ ഇത് മുന്നിൽ തടസ്സമായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യണമെങ്കിൽ കൺട്രോൾ 2 ഒബ്ജക്റ്റ് ലോക്ക് ഉണ്ടോ, കൺട്രോൾ 2 സെലക്ഷൻ കൺട്രോൾ 2, അപ്പോൾ അത് ലോക്കായി. ഇത് ഇറങ്ങില്ല. ഇനി ഈ ഫ്ലവർ അതും കൺട്രോൾ 2 അടിക്കുക, അതും ലോക്കായി. ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് അതും കൺട്രോൾ 2. അപ്പോൾ ഇനി ഇത് അനങ്ങില്ല. ഇനിയിപ്പോൾ ഈ ഗ്രീൻ മാത്രം അനങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്രീൻ നമുക്ക് ആദ്യം ആ കണിയുടെ കറക്റ്റ് ബാക്കിലേക്ക് കുറച്ച് എൻലാർജ് ചെയ്ത് സെൻട്രൈസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഈക്വലാണ് സൈഡിൽ അല്ലേ. ഓക്കെ, ഇനി ഈ കൃഷ്ണൻ്റെ ഈ കണി കുറച്ചും കൂടി റൈറ്റ് സൈഡിലേക്ക് നീക്കാം. അപ്പോൾ അതൊന്ന് ഷിഫ്റ്റ് കൺട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീസായി, ലോക്ക് ഇട്ടു. പിന്നെ നമുക്കത് കുറച്ച് റൈറ്റ് സൈഡ് ആരോ മാർക്ക് പതുക്കെ നീങ്ങും. കുറച്ചും കൂടി ഒന്ന് റിഡ്യൂസ് ചെയ്യാം സൈസ്. ഓക്കെ, ഇനി എന്താ വേണ്ടത് നമുക്ക്? ഇനി നമുക്ക് ഇതിനൊരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കണം താഴെ, ആ കണി ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു സർക്കിൾ, ഇപ്പോൾ എല്ലാണ് അതിൻ്റെ ഷോർട്ട് കീ. സർക്കിൾ ഷിഫ്റ്റ് പിടിച്ച് സർക്കിൾ വരച്ചു. ഓക്കെ, ഇത് നമുക്കിത് ഗ്രാഡിയൻറ്റിൽ പോയിട്ട് ഇത് കളറ് ഏത് കളർ കൊടുക്കണം നമുക്ക്? ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഇനി
അപ്പുറത്തെ കളർ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് അതും ബ്ലാക്ക് കൊടുക്കാം. രണ്ടും ബ്ലാക്ക് കൊടുത്തു അല്ലേ. ഇനി ഒരെണ്ണം നമ്മളതിൻ്റെ ഒപ്പാസിറ്റി 0 ഇട്ടു. അപ്പോൾ അതിങ്ങനെ കിട്ടി. ഇനി നമുക്കത് മേലെ നിന്ന് ഇങ്ങനെ ഒരു ഓവൽ കംപ്രസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഷേപ്പാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഡ്രോപ്പ് ഷാഡോ ഈ ഉരുളിയുടെ താഴെയായിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് തോന്നണ്ടല്ലേ നമുക്ക്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ഗ്രേഡിയൻറ്റിൽ പോയിട്ട് ഈ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ നമുക്കൊരു കുറച്ച് റെഡ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ബ്ലാക്ക്, കാരണം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റെഡ് അല്ലേ. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോകാം കുറച്ച്. ഓക്കെ ഇപ്പോൾ ഒരു ബ്ലാക്ക് ടോൺ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കത് തൊട്ട് താഴേക്ക് ഉരുളിയുടെ ബാക്കിലേക്ക് പോകണം. അപ്പോൾ കൺട്രോൾ ലെഫ്റ്റ് സൈഡ് ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ പോയി. ഇനി എന്താ വേണ്ടേ, നമുക്കതിൻ്റെ ടെക്സ്റ്റ് വേണം. ഹാപ്പി അല്ലെങ്കിൽ വിഷു ആശംസകൾ എന്നുള്ള ടെക്സ്റ്റ് വേണം. അപ്പോൾ അതിനെന്ത് തന്നെ നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം അല്ലേ. ഞാനിവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൈപ്പ് ചെയ്തിട്ട് വിഷു ആശംസകൾ. ഓക്കെ, അത് നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാം. നമ്മൾ ചെറുതാക്കാം. ഓക്കെ, വിഷു ആശംസകൾ. ഇത് നമുക്ക് കുറച്ചും കൂടി മുകളിലേക്ക് കൊണ്ടുവരാം. ടോപ്പ് ഷാഡോ ഒന്ന് കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, സെൻറ്ററിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് സെൻറ്റർ ആക്കാന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അലൈൻമെൻറ്റ് സെൻറ്റർ ഹൊറിസോണ്ടൽ അലൈൻ കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററായി. ഓക്കെ, എല്ലാതും അത് ചെയ്യാം കേട്ടോ. ഇനി എന്താ വേണ്ടേ, ടെക്സ്റ്റ് ഒന്നും കൂടി വേണമെങ്കിൽ ചെറുതാക്കാം. ഇനി നമ്മുടെ പേര് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഫോട്ടോഷോപ്പിൽ അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം, കാരണം നമുക്ക് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് സെൻട്രലൈസ് ചെയ്യണമെങ്കിൽ അലൈൻ ചെയ്യാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അലൈൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് വിഷു പോസ്റ്റർ. ഇതിന് അതിന് കുറച്ചും കൂടി ഒന്ന് കാണുന്ന രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ പോയിട്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ്നെസ് കൊടുക്കാൻ വേണമെങ്കിൽ.
ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ കൺട്രോൾ ജെ അടിച്ച് ഒന്നും കൂടി ഒരു കുറച്ചും കൂടി വൈറ്റ് ബ്രൈറ്റ്നസ് കൊണ്ടുവരാം. രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ട് ഇത് ഒഴിവാക്കുക, PNG ആയിട്ട് വീണ്ടും സേവ് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് കൊടുക്കാം, സേവ് ചെയ്യും. അതവിടെ ഇല്ലസ്ട്രേറ്ററിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലേസ് ആകും. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് ഇതായി അല്ലേ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇത്തിരി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്യാം, ഓപ്പോസിറ്റ് കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഒരു 80 മതി എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വേറെ പ്രശ്നം പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രീനിൻ്റെ മേലെ അത് കയറി വന്നു. കുഴപ്പമില്ലല്ല, അങ്ങനെ കിടന്നോട്ടല്ലേ. ഓക്കെ, ഇനി കൃഷ്ണവിഗ്രഹം കണിക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. നോക്കാം, ഫോട്ടോഷോപ്പിൽ ആ ലെയർ ഓൺ ചെയ്യാം, ഓപ്പൺ ചെയ്യാം. എവിടെയാണത്? കണി. ഓക്കെ, നമുക്ക് എഫക്ട്സിൽ പോയിട്ട് ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. ഡിസ്റ്റൻസ് കുറച്ച് കൂട്ടി കൊടുക്കുക, അപ്പോൾ അത് കാണാം. ഉണ്ടോ? ശരിക്കും വേണ്ട, കുറച്ച് കുറയ്ക്കാം. അതുപോലെ സ്പ്രെഡാക്കാം, അത് ഭയങ്കര ബോർഡറായിട്ട് എടുക്കണം. കുറച്ച് മതി, ഇല്ലാണ്ട് കൊടുക്കണം. കൊടുത്ത് നോക്കാം, സേവ് ചെയ്യാം. ഇപ്പോൾ അത് ഓൾറെഡി മാറും. കണ്ടോ, ഇത് ഇത്തിരി അധികമായിപ്പോയി. അപ്പോൾ നമുക്ക് വീണ്ടും കുറയ്ക്കാം. ഡിസ്റ്റൻസ് ഒരു 8 കൊടുത്താലോ? ലിങ്ക്സിൽ പോവുക, റീലിങ്ക് കൊടുക്കുക. ഓക്കെ, പക്ഷെ അത് കുറച്ചും കൂടി ഒന്ന് ഒപ്പാസിറ്റി കുറയ്ക്കാം അല്ലേ. ഒന്നും കൂടി പോകാം. ഡ്രോപ്പ് ഷേഡോ മതി. ഒപ്പാസിറ്റി കുറയ്ക്കുക, കുറച്ചും കൂടി കുറയ്ക്കുക. വേണമെങ്കിൽ ഡിസ്റ്റൻസ് കുറച്ചും കൂടി കൂടി കിടന്നോട്ടെ. അതുപോലെ സ്പ്രെഡ് നന്നായിക്കോട്ടെ. ഓക്കെ, കൺട്രോൾ എസ്, സേവായി, ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതന്നെയാണ്. ഇനി നമുക്കിത് സേവ് ചെയ്യണ്ടേ? സേവ് വിഷു പോസ്റ്റർ. AI ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ വിഷു ആശംസകളിന് ഡ്രോപ്പ് ഷെയർ ആണ്ടേ.
അതൊന്ന് ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. എഫക്ട്സ്, ഡ്രോപ്പ് ഷാഡോ, ഓക്കെ, കൺട്രോൾ എസ്, ഓക്കെ, അത് പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ ഒരു പോസ്റ്റർ, ഒരു സിമ്പിളായിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇവിടെ മേലെ കുറച്ചും കൂടി കയറണം. ഓക്കെ, ഇതിപ്പോൾ ഫോട്ടോഷോപ്പിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സംഭവമാണ് കേട്ടോ. കണി, ഫ്ലവറും ഒക്കെ, അതുപോലെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, സേവ്. ഓക്കെ, ജെപഗായിട്ട് സേവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ സി അടിക്കുക, പുതിയ പേജ് എടുക്കുക, കൊടുക്കുക. ഇതിൻ്റെ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യാൻ ഷിഫ്റ്റ് ഓ അടിക്കുക. ഈ ആർട്ട് ബോർഡ് ഓൾറെഡി ഉള്ള ആർട്ട് ബോർഡ് സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് ഷിഫ്റ്റ് പിടിച്ച് ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പുതിയ ആർട്ട് ബോർഡായിട്ട് മാറും. ഓക്കെ, ഇത് നമുക്ക് വേണ്ട, ഇത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി ഇത് സെലക്ട് ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് എടുക്കാം. എക്സ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ജെപഗായിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, വിഷു പോസ്റ്റർ ജെപിജി. ഓക്കെ, എക്സ്പോർട്ട് RGB ആയിട്ട് കൊടുക്കാം. വേണമെങ്കിൽ 10 കൊടുക്കാം. ഒരു 150 ഒക്കെ മതി നമ്മുടെ റെസൊല്യൂഷൻ. ഓക്കെ, അതങ്ങനെ സേവ് ആയിട്ട് ഉണ്ട്. അവിടെ വന്നിട്ടുണ്ട്. അതൊരു ഓപ്പൺ വിത്ത് ഫോട്ടോസ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പോസ്റ്റർ. ഓക്കെ, താങ്ക് യു.